ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത്. മറ്റൊരു വീഡിയോ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് കാണാം. ഈ രണ്ട് വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാകും. വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ 20 വർഷം പിന്നിലാണ് എന്ന് 2 ദശാബ്ദം മുൻപ് ചില സാമ്പത്തിക വിദഗ്ധരെങ്കിലും പറഞ്ഞിരുന്നു. ആ സമയത്ത് കേരളം 30 വർഷം പിന്നിലാണ് എന്നും പറഞ്ഞവരുണ്ട്. ഇന്ന് ഇന്ത്യയും കേരളവും വലിയ രീതിയിൽ മുന്നോട്ടു പോകുന്നു. ഒരു തിരിച്ചുപോക്ക് ആരും ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ഭരണവർഗത്തിന്റെ പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ കേരളം ആഗ്രഹിക്കുന്നത് 10 വർഷം പിന്നിലേക്ക് പോകാനാണ്. കുറച്ചുകൂടി വ്യക്തത വരുത്തിയാൽ പിണറായി വിജയൻ ഭരണകാലത്തിന് മുൻപുള്ള കാലത്തേക്ക് ജനങ്ങൾക്കൊപ്പം നിന്ന അവരിൽ ഒരാളായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലം ഓർമ്മിപ്പിക്കുകയാണ് VD സതീശൻ എന്ന മുഖ്യമന്ത്രി. പിണറായി കാലത്ത് നിന്നൊരു തിരിഞ്ഞു നടത്തമാണ് ഇപ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനകീയനായ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധാർഷ്ട്യം നിറഞ്ഞ കാർക്കശ്യം നിറഞ്ഞ പിണറായി കാലത്ത് ശ്വാസമെടുക്കാൻ പോലും ഭയന്നിരുന്നവരൊക്കെ ഇന്ന് ആശ്വാസ നെടുവീർപ്പുകൾ ഉതിർക്കുകയാണ്. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ 2 ദൃശ്യങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകളിലേക്കാണ് ഈ വീഡിയോ നമ്മളെ കൊണ്ടുപോകുന്നത്. ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ഈ ദൃശ്യവും നിങ്ങളിൽ പലരും കണ്ടു കാണും. അകമ്പടിക്കാരായ പോലീസുകാർക്കൊപ്പം ചായ കുടിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ. പോലീസുകാരോടും ഉദ്യോഗസ്ഥരോടും കർക്കശക്കാരനാകുന്ന ഭരണാധികാരിയല്ല. സെൽഫി എടുക്കാൻ വരുന്നവരുടെ ഫോണ് തട്ടികറ്റി കടക്കുപുറത്ത് എന്ന് പറയുന്ന ഭരണാധികാരിയുമല്ല. 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനിൽ നിന്ന് തീർത്തും എതിർദിശയിലേക്ക് തിരിഞ്ഞു നടക്കുകയാണ് ഈ പ്രവൃത്തികളിലൂടെ മുഖ്യമന്ത്രി VDS. തന്റെ സഹപ്രവർത്തകരോട് അനുതാപം കാണിക്കുന്നവരായിരിക്കണം ഏതൊരു ഭരണാധികാരിയും. അതല്ലാതെ കർക്കശക്കാരനായും ധാർഷ്ട്യം കാണിച്ചും നടന്നാൽ സഹപ്രവർത്തകരിലും ഉദ്യോഗസ്ഥരിലും ഭയം ജനിപ്പിക്കാൻ മാത്രമേ അതുപകരിക്കൂ. ഭയത്തിലൂടെ നേടുന്ന ബഹുമാനമല്ല, സ്നേഹത്തിലൂടെ നേടുന്ന ബഹുമാനത്തിനാണ് പ്രാധാന്യം. ഇത് മനസ്സിലാക്കുന്ന ഭരണാധികാരിയാണ് VD സതീശൻ. അതുകൊണ്ടാണ് അദ്ദേഹം അകമ്പടിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ചായ കുടിക്കാനിരുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഒരിക്കലെങ്കിലും മലയാളി ഇത്തരത്തിലൊരു കാഴ്ച കണ്ടുകാണില്ല. പിണറായി വിജയൻ എന്നല്ല, അക്കാലത്തെ ഏതെങ്കിലും മന്ത്രിമാർ ഇത്തരത്തിൽ പോലീസുകാർക്കൊപ്പം ഇരുന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ചയെങ്കിലും കണ്ടതായി ഓർമ്മയുണ്ടാകില്ല ആർക്കും. ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം. മാത്രമോ, അക്കാലത്തൊന്നല്ല, ഏത് കാലത്തും മന്ത്രിമാർക്ക് അകമ്പടി പോകുന്ന പോലീസുകാർ നേരാം സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല എന്ന് രഹസ്യമായി പറയാറുമുണ്ട്. അവിടെയാണ് VD സതീശൻ എന്ന മുഖ്യമന്ത്രി വ്യത്യസ്തനാകുന്നത്. താൻ ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം തന്റെ സഹചാരികൾ കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുന്നുണ്ട്. അങ്ങനെയാണ് സഹജീവി സ്നേഹമുള്ള ഭരണാധികാരികൾ ചെയ്യേണ്ടത്. ഇതൊന്നും ഒരു PR അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. PRന് വേണ്ടിയാണ് എങ്കിൽ എത്ര കാലം ആ PRുമായി മുന്നോട്ടു പോകും എന്നതും നമ്മൾക്ക് കണ്ടറിയണം. മുഖ്യമന്ത്രിയെ കണ്ട് സെൽഫി എടുക്കാൻ ഓടിയെത്തുന്ന കുരുന്നിനെ ചേർത്തു പിടിക്കുന്നതാണ് മറ്റൊരു വൈറലായ 2ാമത്തെ വീഡിയോ. തട്ടിയകറ്റിയില്ല, കടക്ക് പുറത്ത് എന്നും പറഞ്ഞില്ല, ഒരു പുഞ്ചിരിയോടെ ചേർത്ത് നിർത്തി സെൽഫി എടുത്തു. കുരുന്നുകളോട് സ്നേഹത്തോടെ ഇടപെടുന്ന മുഖ്യമന്ത്രിയെ കണ്ടു. എഴുതി തയ്യാറാക്കിയ തിരക്കഥയെന്ന് ഇതിനെയൊക്കെ എതിരാളികൾ വിമർശിച്ചാലും അങ്ങനെയല്ല സതീശനെന്ന് മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപുള്ള സതീശനെ അറിയാവുന്നവർക്ക് മനസ്സിലാകും. പിണറായി ഭരണത്തിലിരിക്കുമ്പോൾ സെൽഫി എടുക്കാൻ അടുത്തെത്തിയ യുവതിയുടെ ഫോൺ തട്ടിത്തെറിപ്പിച്ച സംഭവം നമ്മളാരും മറന്നു കാണാൻ ഇടയില്ല. അതും സ്വന്തം പാർട്ടി അനുഭാവിയായ ജനപ്രതിനിധിയോടായിരുന്നു പിണറായിയുടെ ഈ ധാർഷ്ട്യം. സെൽഫി എടുക്കാനല്ല വന്നത് എന്ന് പിന്നീട് വിശദീകരണം നൽകി യുവതി പരിഹാസിയായി. എങ്കിലും സത്യം അതല്ല എന്ന് ആ വീഡിയോ അന്ന് കണ്ടവർക്കെല്ലാം മനസ്സിലായതാണ്. അതിനി എത്ര ന്യായീകരിച്ചാലും കൂടുതൽ വഷളാകുമെന്നല്ലാതെ മറ്റു ഗുണമൊന്നും ഉണ്ടാകില്ല. ഈ 2 വീഡിയോകളും കാണുന്ന ഒരാൾക്ക് മനസ്സിലാകും പിണറായി കാലത്ത് നിന്നുള്ള തിരിച്ചു നടത്തമാണ് ഇതെന്ന്. പിണറായി കാലത്തെ ശ്വാസമെടുക്കാൻ മറന്നവർ, അടുത്തു ചെല്ലാൻ ഭയന്നവർ, ഇവർക്കൊന്നും ഇന്ന് അത്തരം വീർപ്പുമുട്ടലുകളില്ല. ആശ്വാസത്തിന്റെ നെടുവീർപ്പുതിർക്കുകയാണ്. ജനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലൊരു മുഖ്യമന്ത്രിയുണ്ട് ഇപ്പോൾ കേരളത്തിന് എന്ന കാര്യത്തിൽ ആശ്വാസമുണ്ട്. അയാൾ അവർക്കൊപ്പം നടക്കുകയാണ്. ഒരു ഭരണാധികാരി എന്ന ലേബൽ വിട്ട് താൻ നിങ്ങളിൽ ഒരാളാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുതന്നെയാണ് പിണറായി കാലത്ത് നിന്ന് സതീശൻ കാലത്തേക്കുള്ള ദൂരം.
മുഖ്യമന്ത്രിയിൽ നിന്ന് ജനങ്ങളിലേക്കുള്ള ദൂരവും അകലവും കുറയുമ്പോൾ പിണറായി കാലത്ത് നിന്ന് സതീശൻ കാലത്തേക്കുള്ള ദൂരം വർദ്ധിക്കുകയാണ്. അതങ്ങനെ തന്നെ തുടരാൻ സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ. എന്നിരുന്നാലും ഒരു കാര്യം പറയാതെ പോവാൻ വയ്യ. സെക്രട്ടേറിയറ്റിലെ മാധ്യമ വിലക്ക്. അനുമതി വാങ്ങാതെ ഒരാളെയും നോർത്ത് ബ്ലോക്കിലേക്ക് കടത്തി വിടരുത് എന്ന് പാറാവ് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയുണ്ടെങ്കിൽ അത് അത്ര നല്ല പ്രവണതയല്ല. ഇത് പിണറായി കാലത്ത് നിന്ന് വ്യത്യസ്തമാവുകയുമില്ല. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സമരഗേറ്റ് എന്നറിയപ്പെടുന്ന നോർത്ത് ഗേറ്റ് തുറന്ന് കാറുമായി പുറത്തു വന്ന മുഖ്യമന്ത്രിയുടെ ചിത്രത്തിന്റെ തിളക്കം പോലും ഇപ്പോഴും മങ്ങിയിട്ടില്ല. അപ്പോഴേക്കും നോർത്ത് ഗേറ്റ് അടയ്ക്കുന്നു. നോർത്ത് ബ്ലോക്കിൽ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർക്ക് വിലക്കേർപ്പെടുത്തുന്നു. ഇതൊന്നും അത്ര ആശാസ്യമായ കാര്യമല്ല എന്ന് മുഖ്യമന്ത്രി ഓർക്കുന്നത് നന്നാകും. നിയന്ത്രണങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത്. നിയന്ത്രണങ്ങൾ നല്ലതാണ്, അത്യാവശ്യവുമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനത്തിന്, ഒരു പാർട്ടി സമ്മേളനത്തിനുള്ള തിരക്കുണ്ടാകും. നമ്മൾ നേരത്തെ പലതവണ വിമർശിച്ചിട്ടുള്ള കൊച്ചിയിലെ പല മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളും അവിടെ എത്താറുണ്ട്. അത്തരക്കാർക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത്. ഇത്തരക്കാർ ഉണ്ടാക്കുന്ന അപജയം എത്രത്തോളമാണ് എന്ന് സലീംകുമാറിന്റെ വീട്ടിൽ വെച്ച് നേരിൽ കണ്ട അങ്ങേക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അത്തരക്കാർക്ക് കൂച്ചുവിലങ്ങിടാം. അല്ലാതെ നോർത്ത് ഗേറ്റ് അടച്ചും മാധ്യമങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ വിലക്കേർപ്പെടുത്തിയുമുള്ള നിയന്ത്രണം നല്ലതല്ല. അത് പിണറായി കാലത്തേക്കുള്ള തിരിച്ചു നടത്തമാകും. ഇതിനിടെ CPM-ൽ നിന്നൊരു പുതിയ വാർത്ത വരുന്നുണ്ട്. പിണറായി വിജയന്റെ മകൾ ടി വീണയെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിക്കുമ്പോൾ CPM എന്ത് നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. കാരണം അന്നത്തെ റെയ്ഡിൽ നടന്ന സംഭവ വികാസങ്ങൾ കേരളക്കര മറന്നിട്ടില്ല. പക്ഷേ വീണ തൈക്കണ്ടിയിൽ ഇനി ചോദ്യം ചെയ്യലിന് വിധേയയായാലും ഇനി ഒരിക്കൽ കൂടി കയ്യൂക്ക് കാണിക്കാൻ നിൽക്കേണ്ടതില്ല എന്ന് CPM തീരുമാനിച്ചിരിക്കുകയാണ്. അന്നത്തെ കയ്യേറ്റത്തിന്റെ ദുരനുഭവം ഇന്നും പാർട്ടിക്കാരെ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് ED സംഘവുമായി ഇനി കയ്യൂക്കിനില്ല എന്ന് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, അന്ന് പാർട്ടി നേതാവിന്റെ വീട്ടിൽ ED എത്തിയതാണ് അണികളെ ചൊടിപ്പിച്ചത്. എന്നാൽ ED തന്നോടല്ല ചോദ്യം ചോദിച്ചത് എന്നും മകളോടാണ് എന്നും പിണറായി തന്നെ വിശദീകരിച്ചതും നിയമം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പാർട്ടി ചിന്തിക്കാൻ കാരണമായി. കേസ് പിണറായിയെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ വേട്ടയാടലാണ് എന്ന് വാദിക്കുമ്പോൾ തന്നെ വീണയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയുള്ള പ്രക്ഷോഭത്തിനോ പോർവിളിക്കോ പാർട്ടി മുതിരില്ല എന്നാണ് തീരുമാനം. അതേസമയം കേസിലെ രാഷ്ട്രീയം നേതാക്കൾ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യും. കരുവന്നൂരിലടക്കം ED നടത്തുന്ന വേട്ടയാടലുകൾ ഇതോടൊപ്പം ചേർത്തു പറയാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് വീണയെ വിളിച്ചു വരുത്തുന്നത് ആദ്യമല്ല. SFIO ഒന്നിലേറെ തവണ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഇത്തവണ ED-യാണ് വിളിച്ചു വരുത്തുന്നത് എങ്കിലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാവുന്ന തുടർ നടപടികൾ പാർട്ടിയെ മുൾമുനയിൽ നിർത്തും. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികൾ ED-ക്ക് സ്വീകരിക്കാം. അതൊരു പക്ഷേ അറസ്റ്റിലേക്ക് വരെ നീളാനും സാധ്യതയുണ്ട്. അത്തരം നടപടികളിലേക്ക് ED നീങ്ങിയാൽ പിണറായിയുടെ രൂക്ഷ പ്രതികരണത്തിനും അതുയർത്തിക്കാട്ടി പാർട്ടി പ്രക്ഷോഭത്തിനിറങ്ങാനുമുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇപ്പോഴത്തെ പോക്കിൽ ഒരു പങ്കുമില്ല എന്നാണ് കോൺഗ്രസും സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത്. കേസ് അതിന്റെ വഴിക്ക് നീങ്ങട്ടെ, ED-യുടെ നടപടികൾക്ക് കൈയടിക്കാനില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നടത്തുന്ന പോരാട്ടത്തിന്റെ ചുവട് പിടിച്ച് ED അത്ര വെടിപ്പല്ല എന്ന നിലപാടിൽ തന്നെയാണ് കേരളത്തിലെ പാർട്ടി. അതോടൊപ്പം മുൻ പിണറായി സർക്കാരിനെ വെട്ടിലാക്കി PSC-യിലെ അമിത രാഷ്ട്രീയവൽക്കരണം റാങ്ക് പട്ടികകളെ ബാധിച്ചോ എന്ന് അന്വേഷിക്കാൻ സർക്കാർ ഒരുങ്ങുകയുമാണ്. PSC പരീക്ഷയും അഭിമുഖവും നടത്തുന്നതിനെക്കുറിച്ച് ഒട്ടേറെ പരാതികൾ UDF സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. എഴുത്തു പരീക്ഷയുടെ മാർക്കുകൾ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ചില PSC അംഗങ്ങൾ ചോർത്തിയെന്ന ഗുരുതര ആരോപണവും DYSP തസ്തികയിലേക്കുള്ള അഭിമുഖത്തിൽ ചട്ടം പാലിച്ചില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ എക്സാമിനേഷൻ സബ് കമ്മിറ്റി വേണമെന്ന ചട്ടവും നിലവിൽ പാലിക്കപ്പെടുന്നില്ല. ചോദ്യകർത്താവിനെ നിശ്ചയിക്കുന്നതിൽ രഹസ്യ സ്വഭാവമില്ല. ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പതിവായി CPM അനുകൂല സംഘടനയിലെ ചിലരെ ഏൽപ്പിക്കുന്നു എന്ന ആക്ഷേപവുമുണ്ട്. ചില പരീക്ഷകളിൽ CPM അനുകൂല ഉദ്യോഗാർത്ഥികൾ കൂട്ടത്തോടെ കയറിപ്പറ്റിയെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. KAS പരീക്ഷാ നടത്തിപ്പിലും ഇത്തരത്തിൽ ആക്ഷേപമുണ്ട്. ഇവയിലെല്ലാം അന്വേഷണം നടത്താൻ സർക്കാർ ഒരുങ്ങുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. 10 വർഷത്തിനിടെ PSC ഇടത് അനുകൂലികളുടെ കൂടാരമായി എന്നാണ് ആരോപണം. രക്ഷാപ്രവർത്തനത്തിലും കാഫിർ സ്ക്രീൻഷോട്ടിലും എന്ന പോലെ PSC-യിലെ പാർട്ടിവൽക്കരണത്തിലും അന്വേഷണം വരുമ്പോൾ അത് ഏത് രീതിയിൽ CPM-നെ ബാധിക്കുമെന്നും CPM ഏത് രീതിയിലായിരിക്കും അതിനെ പ്രതിരോധിക്കുക എന്നതും കണ്ടറിയണം.